ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. ആക്ച്വലി മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ മൂവി ഫുൾ സക്സസ് ആയോ ഇല്ലേ, എന്റെ മിക്സഡ് ഒപ്പീനിയൻ ആണ്. അതിന് ഒരു പൂർണ്ണത എത്താൻ വേണ്ടി ഞാൻ ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കണ്ടു. മൈ ചാനൽ മലയാളി ഫ്രം ഇന്ത്യ കാണാൻ വന്നതാണ്. ഒരാളില്ല കേട്ടോ, വലിയ തിയേറ്ററാണ്. 3:30 ഷോ തുടങ്ങേണ്ടതാണ്. ഇപ്പോൾ സമയം 3:25 ആയി. ഞാൻ ആരും കാണുന്നില്ല. ഇന്ന് വർക്കിംഗ് ഡേ ആണ്. UAE വെതർ കണ്ടീഷനും കൂടെ പരിഗണിക്കാതെ ഞാനിന്ന് സിനിമയ്ക്ക് വന്നതാണ്. സോ നമ്മളിത് കണ്ടിട്ട് ഇതിൻ്റെ റിവ്യൂ അടിപൊളിയായിട്ട് പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. സോ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ തിയേറ്ററിൽ ഞാൻ പറഞ്ഞ 1 തൊട്ട് 5 ഉള്ള ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം അധികം ആൾക്കാരൊരു എത്തിയില്ല. എനിക്ക് ഈ പടത്തിനെ കുറിച്ചൊരു മിക്സഡ് ഒപ്പീനിയൻ ആണ്. ഇതൊരു നിവിൻ പോളി പടം തന്നെയാണ്. നിവിൻ പോളി നിങ്ങൾക്ക് അറിയാം, അനായാസമായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ പഴയ ലാലേട്ടനെയൊക്കെ പോലെ ഈസി ഗോ ത്രൂലുള്ള ഒരു മനുഷ്യനാണ്. ഓവർ ആക്ടിങ്, ഫഹദ് ഫാസിലിനെ പോലെ ഓവർ ആക്ടിങ് ചെയ്യുന്ന ഒരു നടനല്ല. അയാൾ ഈസി ഗോ നടനാണ്. അതായത് വളരെ ലളിതമായി നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവുള്ള ഒരു നടനാണ് നിവിൻ പോളി. ആക്ച്വലി ഇതൊരു ഡിജോ ജോസ് ഷാരിസ് മുഹമ്മദ് മൂവിയാണെന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം എന്താ വെച്ചാൽ ഷാരിസ് മുഹമ്മദിന്റെയും ഡിജോ ജോസിന്റെയും മൂവികൾ പതുക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും അതായത് സമകാലീന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് രാഷ്ട്രീയം, പൊളിറ്റിക്സിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെയാണ് ഈ പടം. ഇതൊരു സത്യം പറഞ്ഞാൽ ജനഗണമന വളരെ സീരിയസ് ആയ ഒരു ഡിസ്കഷനിലൂടെയാണ് പോയിട്ടുള്ളത് സമകാലിക രാഷ്ട്രീയത്തിനെ കുറിച്ചെന്നുണ്ടെങ്കിൽ ഇതൊരു സർക്കാസം, അതായത് ഒരു കോമഡി രൂപത്തിലാണ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ അതിലൊരു 100% കോമഡി ഫുള്ള് വർക്കൗട്ട് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിലൊരു 6 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ ഞാൻ ഇതിലേക്ക് വരാം. എഡിറ്ററെ കുറിച്ച് പറയാം. നമ്മളെ സാരംഗ് ആക്ച്വലി എഡിറ്റിംഗ് വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ആണെങ്കിൽ ജേക്സ് ബിജോയ് ആണ്. മ്യൂസിക് എനിക്ക് ആക്ച്വലി യൂട്യൂബിൽ നമ്മളെ കൃഷ്ണ സോങ് വളരെ ഹിറ്റ് ആയിട്ടുണ്ടെങ്കിലും എനിക്ക് തിയേറ്ററിൽ അത്ര വർക്കൗട്ട് ആയി തോന്നിയില്ല. മ്യൂസിക് പൊതുവേ നമ്മളെ വിനീത് ശ്രീനിവാസാണ് പാടിയിട്ടുള്ളത്. സംഭവം പാട്ടും കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷെ എനിക്ക് ആ ഒരു മ്യൂസിക് മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് വർക്കൗട്ട് ആയോ എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അത്ര വർക്കൗട്ട് ആയി തിയേറ്ററിൽ എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് അതിലെ ആക്ടേഴ്സിനെ കുറിച്ചാണ്. ആക്ടേഴ്സ് എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ, നമ്മളെ നിവിൻ പോളി കോംബോ കാണാനായിരിക്കും നിങ്ങൾ എല്ലാവരും പോകുന്നുണ്ടായിരിക്കുക. പക്ഷെ ആ കോംബോ എത്രത്തോളം വർക്കൗട്ട് ആയി എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തുക. കാരണം എന്റെ അഭിപ്രായത്തിൽ അതൊരു 100% വർക്കൗട്ട് ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. ആക്ച്വലി ഇതിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് അജു വർഗീസ് തന്നെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാനതൊരു മാറ്റി പിടിക്കുന്നതല്ല, പക്ഷെ അവർ മാറ്റി പിടിക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. ധ്യാൻ ശ്രീനിവാസന്റെ ഒരു ഓവർ ആക്ടിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആൾക്ക് വളരെ കുറച്ച് റോളേ അതിലുള്ളൂ. ഒരു പ്രധാനപ്പെട്ട റോളൊന്നും അല്ല ആള് ലീഡ് ചെയ്ത് പോകുന്നത്. അതിൽ ആക്ച്വലി അതിൽ വേണമെങ്കിൽ ധ്യാൻ ശ്രീനിവാസനെ വെറുതെ വലിച്ചു കൊണ്ടുവരേണ്ടിയിരുന്നില്ല. ഡിജോന് വേണമെങ്കിൽ നോ പ്രോബ്ലം. ഈ ഒരു മൂവിയിൽ അവർക്ക് ആ ഒരു ക്യാരക്ടർ അത്ര വലിയ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഉണ്ട്. ഒരു ചെറിയൊരു പാർട്ടിൽ ആ പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും അത് അജു വർഗീസ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കൺവിൻസ്ഡ് ആവുമായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു മേ ബി ആയിരിക്കാം എന്ന് പറയുന്നു ഞാൻ. പിന്നെ ഉള്ളത് മഞ്ജു പിള്ള അത്യാവശ്യം നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്ന രാഷ്ട്രീയക്കാരായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുള്ള അവരെല്ലാവരും ഓരോ പാർട്ടായിട്ട് അവരുടെ റോളുകൾ ചെയ്തു. നമുക്ക് പലരെയും റിസംബ്ലൻസ് തോന്നാം. പിന്നുള്ളത് നമ്മുടെ സലീം കുമാറാണ്. സലീം കുമാറിന്റെ ഒരു സെറ്റിൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അത്. ആക്ച്വലി അത് നന്നായിട്ട് തന്നെ ആള് ചെയ്തു. സലീം കുമാറിനുള്ള പാർട്ടുകൾ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ മുത്തപ്പനായിട്ട് വരുന്ന ഒരു ആളുണ്ട്. ആളുടെ ഒരു പാർട്ടൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒരു പോർഷനിൽ അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഫീൽ ചെയ്യിപ്പിച്ച ഒരു പാർട്ടായിരുന്നു അത്. പിന്നെ പറയുകയാണെങ്കിൽ അനശ്വരരാജനെ കുറിച്ചാണ്. അനശ്വരരാജൻ ആ പടത്തിൽ സത്യം പറഞ്ഞാൽ തീരെ പ്രാധാന്യമില്ലാത്തൊരു റോളാണ്. ഒന്ന് ആ പാട്ടിൽ വന്നു പോകുന്നു, പിന്നെ ഒന്ന് 2-3 മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആ പാട്ടിൽ മാത്രമേ അനശ്വരരാജനുള്ളൂ. പിന്നെ അനശ്വരരാജന് റോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. അവസാനം വെറുതെ ഒന്ന് ചിരിച്ചു പോകുന്ന റോളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറെ ക്രിഞ്ചുകൾ അടങ്ങിയിട്ടുള്ള ഒരു മൂവിയാണത്. അതായത് ഒരു കോമഡി തലത്തിൽ കൂടെ സമകാലീന രാഷ്ട്രീയം നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അതായത് അയാൾക്ക് പറയാനുള്ളത്, ഷാരിസിന് പറയാനുള്ളത് ഇതാണ്. അത് നമ്മളെ കോമഡി കൂടെ, പണ്ട് സീരിയസ് കൂടെ പറഞ്ഞ് അടിച്ചേൽപ്പിച്ച സാധനം ഇപ്പോ കോമഡി കൂടെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ തോന്നിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് സംഘികളെ കുറിച്ചും സുഡാപ്പികളെ കുറിച്ചും പൊതുവെ നെഗറ്റിവിറ്റി കാണിക്കുന്ന ഒരു രീതിയിലുള്ള മൂവി തന്നെയാണിത്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു രീതിയിലാണ് ആ പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ഹാഫ് ടൈം സത്യം പറഞ്ഞാൽ എനിക്ക് അതൊരു ഇങ്ങനെ ഗ്രാഫ് മുകളിലേക്കും താഴ്ത്തിക്കും നമുക്ക് ചിലപ്പോൾ തോന്നും ഈ പടം എന്താ ഇങ്ങനെ പോകുന്നത് തോന്നും. പിന്നെ തോന്നും ആ കുഴപ്പമില്ലല്ലോ എന്ന് തോന്നും. പിന്നെയും തോന്നും ആ ഡൗണിലേക്ക് പോകുന്നുണ്ടോ തോന്നും. പിന്നെ അപ്പിലേക്ക് വരും. അങ്ങനെയാണ് ഈ മൂവി ഹാഫ് ടൈം വരെ പോയിക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഹാഫ് ടൈം വരെ നിവിൻ പോളിയുടെ ഒരു അനായാസമായ ആക്ടിങ്ങിനെ കുറിച്ച് ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. ആളത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആളതായ സെറ്റിൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷെ അതും ഒരു 100% എനിക്ക് വർക്കൗട്ടായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ ഞാൻ ഹാഫ് ടൈമിന് ശേഷം വരാം. പിന്നെ ഹാഫ് ടൈമിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാൻ ആടുജീവിതത്തിന്റെ സ്പൂഫ് കണ്ട ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്.
ഞാനത് കണ്ടപ്പോൾ അയ്യോ ഇതിന്റെ ആ ആടുജീവിതത്തിന്റെ സെറ്റ് പോലും മാറ്റാതെ നിവിനും ഡിജോയും കൂടെ നേരെ അതിന്റെ ഉള്ളിൽ പോയിട്ട് അവിടെ തന്നെയാണോ ഇതിട്ട് ചെയ്തേക്കുന്നത് എന്ന ആദ്യത്തെ ഒരു കുറച്ച് സീൻ കണ്ടപ്പോൾ എനിക്ക് ഹാഫ് ടൈമിന് ശേഷം തോന്നിപ്പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് സ്പൂഫ് എന്ന് പറയാൻ കാരണം വെച്ചാൽ ആടുജീവിതം വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് കോമഡിയും കാര്യങ്ങളായിട്ട് നിവിൻ പോളിയുടേതായ ഒരു ശൈലിയിൽ അങ്ങനെ കൊണ്ടുപോയി. അതിലൊരു പാകിസ്ഥാനായിട്ട് അഭിനയിച്ച ആളുടെ റോള് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ നന്നായി ചെയ്തെന്ന് വെച്ചാൽ വളരെ നന്നായി ചെയ്തത്. അതുപോലെ തന്നെ പാകിസ്ഥാനായിട്ട് അഭിനയിച്ച ആളുടെ മോളുടെ റോളുണ്ട്. അതൊരു നമ്മളൊരു മലാല എന്നൊക്കെ പറയില്ല, നമ്മുടെ ആ ഒരു കുട്ടിയുടെ ഒരു റിസംബ്ലൻസിലേക്കാണ് അവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ ആ പാട്ട് നന്നായി ഉണ്ടായിരുന്നു. അവരുടെ ആ കോംബോ, അതായത് പാകിസ്ഥാനായ ആ ആളായിട്ടുള്ളതും നിവിൻ പോളിയുടെ ആയിട്ടുള്ള ആ കോംബോ കുറച്ചും കൂടെ നന്നായി എനിക്ക് ഫീൽ ചെയ്യാൻ കാരണം ഞാൻ UAE നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മുടെ തമ്മിൽ ഒരു അന്തരം, അങ്ങനെ നമ്മൾ ഇന്ത്യ നമ്മൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു അന്തരം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് സത്യം പറഞ്ഞാൽ നന്നായി കണക്ട് ചെയ്തു. ചിലപ്പോൾ കേരളത്തിലുള്ളവർക്ക് അത് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമെന്നോ അത് നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആ ഒരു ഹാഫ് ടൈമിന് ശേഷം മലയാളി പൊളി ആടാ, ഞാൻ സൂപ്പർ ആടാ എന്നുള്ള കുറച്ച് ഫീലിങ്സ് നമുക്ക് ഇടയിൽ കൂടെ, അതായത് 3-4 സീനിൽ നമ്മളെ കണ്ണുകൾ ചെറുതായിട്ടൊന്ന് നനയ്ക്കാൻ ഡയറക്ടറിനും അതുപോലെ എഴുത്തുകാരനും അതിലെ ആക്ടറിനും സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 3-4 സീനുകൾ മാത്രമാണ് ഞാൻ പറയുന്നത്, എല്ലാ സീനുകളും അല്ല, 3-4 സീനുകൾ അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ക്ലൈമാക്സിലേക്ക് വരികയാണെങ്കിൽ ക്ലൈമാക്സ് സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലൈമാക്സ് അത്ര ഒരു വർക്കൗട്ടായി തോന്നിയില്ല. ഒരു ഹെവി ക്ലൈമാക്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലീഷേ ക്രിഞ്ച് അതിൽ കൊണ്ട് നിർത്തി എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ ക്ലൈമാക്സ്. പിന്നെ നിവിൻ പോളിയുടെ ക്രിക്കറ്റ് കളിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം, നന്നായിട്ട് ഇതിലും നന്നായി ക്രിക്കറ്റ് കളിക്കുന്നത്. എല്ലാ പടത്തിലും നിവിൻ പോളി അത്യാവശ്യം നന്നായി ക്രിക്കറ്റ് കളിക്കുന്നത് നമുക്ക് കാണാമല്ലോ, അതേപോലൊക്കെ തന്നെയാണ് ഇത് സംഭവം. സോ ഇതിൽ സത്യം പറഞ്ഞാൽ എന്റെ റിവ്യൂ പോയിന്റിൽ പറയുകയാണെങ്കിൽ അതൊരു 50-50 വർക്കൗട്ടായി എന്ന് മാത്രമേ എനിക്ക് ഈ പടത്തിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ഒരു സമകാലീന രാഷ്ട്രീയം ചർച്ച ചെയ്ത് നമ്മളിലേക്ക് മലയാളികളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു മൂവി ആയിട്ട് എനിക്കിതിനെ ഫീൽ ചെയ്തു. അല്ലാതെ ഒരു ഹെവി മൂവിയാണോ, നിവിൻ പോളിയുടെ ഒരു കംബാക്ക് ആണോ എന്ന് ചോദിച്ചാൽ അതൊന്നും ആണെന്നൊന്നും പറയാൻ സാധിക്കില്ല കേട്ടോ. ഇത് ഡിജോ ജോസിന്റെയും ഷാരിസിന്റെയും കൂടെ ഒരു മൂവിയാണ്. അവർ സ്ഥിരമായിട്ട് പറയാവുന്ന ശൈലിയിൽ അവരൊന്ന് കോമഡിയിൽ മാറ്റി പിടിച്ചു പറഞ്ഞു എന്നുള്ള മാത്രമേ ഈ പടത്തിന് പ്രത്യേകത ഉള്ളൂ, അല്ല ചേഞ്ച് ഉള്ളൂ. അല്ലാതെ ആസ് യൂഷ്വൽ ജനഗണമനയുടെ വേറൊരു വേഷം തന്നെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, കഥ കാര്യങ്ങളെല്ലാം. സോ ഇതാണ് എന്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്ത പടമായിട്ട് നമ്മൾ വീണ്ടും നടികർ വരുന്നത് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.